നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടലിൽ ഐസ് പ്ലാന്റിന് സമീപത്ത് വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് തങ്ങളെ ചിത്രീകരിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ മറുപടി നൽകണമെന്നും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനു ശേഷമാണിപ്പോൾ ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി. ഇന്നലെയും ഇന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം നടന്നിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത്. ഇന്നലെ 1.5 മണിക്കൂർ നീണ്ട വാദത്തിനു ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത്. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത്. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. രാഹുൽ MLA സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് മാതൃകാപരമായ തീരുമാനമാണ് വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ആക്ഷേപം വന്ന സമയത്ത് തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം. KPCCക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ അത് DGPക്ക് കൈമാറിയിരുന്നു. നേതാക്കളുമായും കോൺഗ്രസ് ഹൈക്കമാൻഡുമായും ചർച്ച നടത്തി ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് ഇതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപത്ത് വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് വരികയായിരുന്ന വാനിലേക്കാണ് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇടിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ചൂണ്ടലിലെ പുതിയ പാലം കയറി വന്ന കാർ എതിർദിശയിൽ നിന്നും പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാനിന്റെ സൈഡിലാണ് ഇടിച്ചത്. കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്കും വാനിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. കാർ യാത്രികരായ റൊണാൾഡ് തോമസ്, ബീന തോമസ്, റീറ്റ സോളമൻ, അനിൽ സോളമൻ എന്നിവരും ലേഡി ഇമ്മാക്കുലേറ്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി കേച്ചേരി സ്വദേശി റിസിൻ എന്നിവരെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗത തടസ്സം നേരിട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കിഴൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പീച്ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 4 മണിയോടെ ദേശപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിലെത്തി തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകേട്ട 31 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 31 ദേശപൂരങ്ങൾ ആനപൂരത്തിൽ പങ്കെടുക്കും. 5 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വേലാഘോഷങ്ങൾ രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പൂരത്തിന്റെ ഭാഗമായി സംയുക്ത ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 കൊല്ലമായി നടത്തുന്ന കാർത്തിക ഫെസ്റ്റ് കോളേജിൽ ഗ്രൗണ്ടിൽ ഇക്കൊല്ലവും നടക്കുന്നുണ്ട്. കിഴൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്.
തെരഞ്ഞെടുപ്പ് വാർത്തകൾ. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ അണിനിരുന്ന പദയാത്ര സമാപിച്ചു. രണ്ടാം ദിവസത്തെ പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. UDF നേതാക്കളായ P മാധവൻ, PS സാദിഖ്, CT പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് സൂര്യഗ്രാമം, പയ്യൂർ മദ്രസ, ചൂണ്ടൽകുന്ന്, ചൂണ്ടൽ പാറപ്പുറം, വെട്ടുകാട് സെന്റർ, ചിറപ്പറമ്പ്, പറപ്പൂർ, പാറന്നൂർ, ചിറനല്ലൂർ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ആയമുക്കിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ ലീല രാമകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഷീജ ബാബു, PK മല്ലിക, OM ഷാജി, ജെസി ജോസഫ്, ND സജിത് കുമാർ, അനുഷ റസിയാലി, PK പരീദ്, TOC B തുടങ്ങിയവരും ജാഥയിൽ പങ്കുചേർന്നു. UDF കൺവീനർ CT ജെയിംസ്, NA നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം സെക്രട്ടറി MM മോഹസിൻ എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിലെ എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റീന ടീച്ചറുടെ പര്യടനത്തിന് ദേശമംഗലത്ത് നിന്നും തുടക്കമായി. കൂട്ടുപാതയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ ഷഹീർ ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളായ K പ്രേമൻ, PS ലക്ഷ്മണൻ, ഷംല ഷിഹാബ്, UDF നേതാക്കളായ KK മുഹമ്മദ് ഊട്ടി മാസ്റ്റർ, KM ഷിഹാബ് തലശ്ശേരി, ഇബ്രാഹിം ബഷീർ മനപ്പടി, CM അബ്ബാസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് സ്വാഗതവും UDF കൺവീനർ SB അബ്ദുൾ ഹമീദ് നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്നും വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പൽ കൂട്ടുനിന്നുവെന്നും ആരോപിച്ചാണ് ഓഫീസിനു മുന്നിലിരുന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മരത്തംകോട് തളി സ്വദേശികളായ 2 വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. മരത്തംകോട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അന്വേഷിച്ച് പോലീസ് സ്കൂളിലെത്തിയപ്പോൾ കുട്ടി സ്കൂളിൽ ഉണ്ടായിട്ടും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത്. തുടർന്ന് പോലീസ് മരത്തംകോട് ചെന്ന് വീട്ടിലും പരിസര പ്രദേശത്തും കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കുട്ടിയെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. തനിക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ പോലീസ് നാട്ടിലെത്തി തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചെന്നും താൻ സ്കൂളിലുണ്ടായിട്ടും അത് മറച്ചുവെക്കുകയും തൻ്റെ പേരും വിവരങ്ങളും പോലീസിന് നൽകുകയും ചെയ്ത നടപടിയിൽ പ്രിൻസിപ്പൽ മറുപടി തരണമെന്ന് മരത്തംകോട് സ്വദേശി അൽതാഫും സ്കൂൾ ചെയർമാൻ ദിൽഷാദും പറഞ്ഞു. ഇന്നലെ 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ഇന്നലെ സ്കൂളിൽ പ്രസന്റ് ആയിട്ടും ഞാൻ പ്രസന്റ് ആയിട്ടില്ലേ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിനെ അയച്ചു. അങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയണത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ്. അതിന് മുമ്പ് പറഞ്ഞത് ഇത് പുറത്തുനിന്നുള്ള പാർട്ടിക്കാര് ഞങ്ങളെ താങ്ങിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പള് പറയണെന്ന് വെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. പക്ഷെ സാറുമാർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന്. അതെന്താന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് അറിയണം. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് പ്രിൻസിപ്പാൾ. തെറ്റായ രീതിയിലുള്ള സംസാരം വന്നത്. ഞങ്ങൾക്കറിയാം എന്തുണ്ടായിരുന്നു. ഇതൊക്കെ ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇവനല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്.
എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ പേരും പരാതിയിൽ പറഞ്ഞിട്ടില്ലെന്നും കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സംഭവം സ്കൂൾ സമയത്തിന് ശേഷമായതിനാൽ ഇതേക്കുറിച്ച് അറിയില്ലെന്നും സംഭവവുമായി സ്കൂളിന് ബന്ധമില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. വയലാർ രാമോർമ്മ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട് യേശുദാസ് ആലപിച്ച കായാമ്പൂ കണ്ണിൽ വിടരും എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. എന്നാൽ കായാമ്പൂ കണ്ടവർ എത്ര പേരുണ്ടാകുമെന്ന ചോദ്യത്തിന് അപൂർവം ആളുകൾക്കേ മറുപടി ഉണ്ടാകൂ. അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന പൂവാണ് നീല നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കായാമ്പൂ. പുതുശ്ശേരി ചിറ്റിലപ്പള്ളി ജോഷി ജോസഫിന്റെ വീട്ടിലാണിപ്പോൾ കായാമ്പൂ വിരിഞ്ഞു നിൽക്കുന്ന അപൂർവ കാഴ്ചയുള്ളത്. 2015 ലോക പരിസ്ഥിതി ദിനത്തിൽ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതാണ് ഈ ചെടി. കാശാവ് എന്ന ചെടിയിലാണ് ഇവ വിരിയുന്നത്. കായാവ്, അഞ്ജനമരം, കനലി, കണലി, കാഞ്ഞാവ്, ആനക്കൊമ്പി, നീലാഞ്ജനി എന്നുള്ള പേരുകളും ഇവയ്ക്കുണ്ട്. 10 മുതൽ 15 അടി വരെ ഉയരമാണ് സാധാരണ നിലയിൽ കാശാവ് ചെടികൾക്കുണ്ടാകാറുള്ളത്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. പൊതുവെ ഏപ്രിൽ മാസങ്ങളിലാണ് ചെടി പൂക്കുന്നതായി കാണാറുള്ളത്. മെയ് പകുതിയോളം വരെ ഈ പൂക്കൾ ഉണ്ടാകും. മനോഹരമായ ചെറു നീലവർണ്ണത്തിലുള്ള പൂക്കൾ കുലകളായി തണ്ടിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കൊഴിയാൻ തുടങ്ങുന്നതിന് മുന്നോടിയായി നീല നിറത്തിലുള്ള പൂവുകൾ ഇളം റോസ് നിറത്തിലേക്ക് മാറുന്നതായും കാണാം. ഹൈന്ദവ ദൈവസങ്കല്പത്തിലും കായാമ്പൂവിന് വലിയ പ്രാധാന്യമാണുള്ളത്. ശ്രീകൃഷ്ണന് കായാമ്പൂവിന്റെ നിറമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന് കായാമ്പൂ വർണ്ണൻ എന്ന മറ്റൊരു പേരുമുണ്ട്. ജോഷിയുടെ വീട്ടുമുറ്റത്ത് 2015 നട്ടുപിടിപ്പിച്ച കാശാവ് ചെടി 2 വർഷം മുൻപാണ് ആദ്യമായി പൂവിട്ടത്. എല്ലാ വർഷവും കായാമ്പൂ പൂക്കൾ ഉണ്ടാകുന്നതും അപൂർവമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ബോട്ടണി, ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്താഭിമുഖ്യത്തിൽ കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാറിന് തുടക്കമായി. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി.എസ്. ബിജോയ് അധ്യക്ഷനായി. ജൈവ വൈവിധ്യ ബോർഡ് അംഗം ഡോക്ടർ എ.വി. സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണവും ജൈവ വൈവിധ്യ ബോർഡിന്റെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സി.എ. ശില്പ, IQSC കോർഡിനേറ്റർ ഡോക്ടർ ടി.ഡി. ശ്രീജ, ബോട്ടണി വിഭാഗം അധ്യാപകൻ ഡോക്ടർ പ്രജിത്ത്, കോളേജ് യൂണിയൻ സെക്രട്ടറി M.R. ജ്യോതിഷ് കുമാർ, സുവോളജി വിഭാഗം അധ്യക്ഷനും സെമിനാർ കോർഡിനേറ്ററുമായ ഡോക്ടർ പി.പി. സന്തോഷ്, സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ.ആർ. ബിനേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എ.വി. സന്തോഷ് കുമാർ, ഡോക്ടർ എ.വി. രഘു, ഡോക്ടർ സ്വപ്ന ജോണി എന്നിവർ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ക്രിസ്മസ് കരോളുകൾക്ക് തുടക്കം കുറിച്ച് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കരോൾ നടന്നു. പള്ളിയങ്കണത്തിൽ നിന്നാണ് കരോളിന് തുടക്കമായത്. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലും ആശുപത്രി സെക്രട്ടറി കെ.പി. സാക്സന്റെ വസതിയിലും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കരോൾ സംഘമെത്തി കരോൾ ഗാനങ്ങൾ ആലപിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഇടവക ട്രസ്റ്റി പി.കെ. പ്രജോദ്, സെക്രട്ടറി കെ. ബാബു ഇട്ടൂപ്പ്, ഭരണസമിതി അംഗങ്ങൾ, യുവജന പ്രസ്ഥാനം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടന മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റും ഭാരവാഹികളും ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ സന്ദർശനം നടത്തി. പ്രാദേശിക യുവജന സംഘടനാ പ്രവർത്തക സമിതിയെ നേരിൽ കാണുകയാണ് പര്യടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് റോഷൻ അഹമ്മദും സംഘവും പറഞ്ഞു. ആളൂരിലെ അഹമ്മദിയ യുവജന സംഘടനാ പ്രവർത്തനങ്ങളെ സംഘം വിലയിരുത്തി. കേരള സ്റ്റേറ്റ് ഭാരവാഹികളായ റോഷൻ അഹമ്മദ് കോഴിക്കോട്, അമീർ സൈ വയനാട്, മജിസ് ഖുദാമുൽ അഹമ്മദിയ ഇൻസ്പെക്ടർ ഗുലാം അഹമ്മദ് കശ്മീർ, ജില്ലാ ഭാരവാഹികളായ മുസദിഖ് മുറിയക്കണ്ണി, ആളൂർ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ചാവക്കാട് യുവജന സംഘടനാ പ്രസിഡന്റ് ഹിഷാം ആളൂർ, അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ഭാരവാഹികളടങ്ങുന്ന എടക്കളത്തൂർ നിർമ്മല ഓർഫനേജിലെ അന്തേവാസികളെ സന്ദർശിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം കൊങ്ങണൂർ ചെറുതുരുത്തി വീട്ടിൽ പരേതനായ കൊച്ചുണ്ണി ഭാര്യ കൗസല്യ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതരായ അരവിന്ദാക്ഷൻ, അംബിക എന്നിവർ മക്കളാണ്. അഞ്ഞൂർ ചെമ്മണ്ണൂർ കൊച്ചുണ്ണി ഭാര്യ മോളുകുട്ടി നിര്യാതയായി. 89 വയസ്സായിരുന്നു.
മിൽട്ടൺ, ബെന്നി, ഗീവർ, മേഴ്സി, ഗ്രേസി, ലിസി എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് തൊഴിയൂർ സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 11,885 രൂപ, പവന് 95,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപത്ത് വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് തങ്ങളെ ചിത്രീകരിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും പ്രിൻസിപ്പാൾ മറുപടി നൽകണമെന്നും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.